I truly believe that നമ്മൾ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ സ്കിൻ കെയർ ഹാബിറ്റ്സ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഓൺ അവർ സ്കിൻ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോയിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ഒക്കെ ഉണ്ട്. ബിക്കോസ് ഐ ഹാവ് ഷിഫ്റ്റഡ് ഫ്രം ബാംഗ്ലൂർ ടു ഖത്തർ. ഇതായിരിക്കും നമ്മുടെ ഇനിയുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കേട്ടോ. കുറച്ച് ചേഞ്ചസ് നമുക്ക് അവിടെ ഇവിടെ വരുത്തി പരീക്ഷിച്ച് നോക്കാം. സോ ഐ എം സ്റ്റിൽ എക്സ്പെരിമെൻറ്റിങ് വിത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫിൽമിംഗ് സിറ്റുവേഷൻ. എങ്ങനെയുണ്ട് ഈ ഫിൽമിംഗ് സെറ്റപ്പ്, നന്നായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഫോളോ ചെയ്ത കുറച്ച് സ്കിൻ കെയർ ഹാബിറ്റ്സും ഇൻ ജനറലി എൻ്റെ ഈ ഒരു സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങളൊക്കെയാണ്. സോ ഐ തോട്ട് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിന് മുന്നേ മെൻഷൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ബട്ട് എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എൻ്റെ സ്കിന്നിന് ദി വേഴ്സ്റ്റ് കണ്ടീഷനിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുവന്ന് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ഓർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലേണിംഗ് എന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമാണ് സ്കിൻ സൈക്ലിംഗ്. ഇതിനു മുന്നേ ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷൻ റൂട്ടീൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് സ്കിൻ സൈക്ലിംഗ്. ആൻഡ് ഞാൻ എങ്ങനെയാണ് ആ ഒരു സ്കിൻ സൈക്ലിംഗ് ഇൻകോപ്പറേറ്റ് ചെയ്തതൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ എന്നുള്ള ഈ ഒരു 3 സ്റ്റെപ്സ് ഭയങ്കര ബേസിക് ആയിട്ടുള്ള എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ നീഡ്സ് അനുസരിച്ച് എക്സ്ഫോളിയേഷൻ, ട്രീറ്റ്മെൻറ്റ്, കാമിങ് എന്നുള്ള ഡേയ്സും കൂടെ ആഡ് ചെയ്ത് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഓർ വീക്ക്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൂട്ടീൻ നമ്മൾ ഫോം ചെയ്ത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ്. സോ വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ റാൻഡമായിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് റാൻഡമായിട്ട് എപ്പോഴൊക്കെയോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ഐ വുഡ് സേ സ്കിൻ സൈക്ലിംഗ് ഹാസ് ഹെൽപ്പ് മൈ സ്കിൻ ഡ്രാസ്റ്റിക്കലി. ആൻഡ് നിങ്ങളും എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ ഇഷ്യൂസ് നേരിടുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ഇൻകോപ്പറേറ്റ് സ്കിൻ സൈക്ലിംഗ് ഓർ ഇതുപോലെ ഒരു റുട്ടീൻ ഫോം ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി മുന്നേ പറഞ്ഞ വീഡിയോയിൽ മെൻഷൻഡ് ആണ്. ഓക്കെ, സോ കണ്ടുനോക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ സ്കിൻ. നമ്മളിപ്പം സ്കിൻ സൈക്ലിംഗ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ജനറലി എന്തെങ്കിലും ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിലും, ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഇത് ഇന്ന് അപ്ലൈ ചെയ്യേണ്ട ദിവസമാണ് സോ വി ആർ അപ്ലൈയിങ്, ഓർ നമ്മൾ ഇന്ന് ഇതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളിത് ചെയ്യും, അങ്ങനെയല്ല. അന്നത്തെ ഒരു നീഡ് അനുസരിച്ച് വേണം നമ്മൾ അന്ന് സ്കിന്നിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്കിൻ സൈക്ലിംഗ് അനുസരിച്ചാണെങ്കിൽ ഞാൻ ഇന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്കിന്ന് നോക്കാൻ നേരത്ത്, ദാറ്റ് ഇസ് ആഫ്റ്റർ ഫേസ് വാഷ് ഞാൻ നോക്കാൻ നേരത്ത് ഐ ഫീൽ ദാറ്റ് മൈ സ്കിൻ ഇസ് ഡ്രൈ, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് നോട്ട് ടു യൂസ് ദി എക്സ്ഫോളിയൻറ്റ് ദാറ്റ് ഡേ. ഓക്കെ, അന്നത്തെ ദിവസം എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. നമ്മുടെ സ്കിന്നിന് അന്നത്തെ ദിവസം വേണ്ടത് കാമിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ ദിവസം അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, സ്കിന്ന് ക്ലോഗ്ഡ് ആയിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളതുപോലെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്ഫോളിയൻസോ അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാം. അതേ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടോ ഡ്രൈ ആയിട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ എസെൻസ്, ടോണർ, കുറച്ച് തിക്കർ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്കിൻ കുറച്ച് റെഡാണ്, ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അലോവേര, സിക്ക ഓർ അതുപോലത്തെ എന്തെങ്കിലും കാമിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മുടെ സ്കിൻ എന്താ വേണ്ടതെന്നുള്ളത് അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരും. സോ അത് മനസ്സിലാക്കിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അധികം ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ അങ്ങനെ ഫ്ലെയർ അപ്പ് ആവോ അല്ലെങ്കിൽ എന്താ പറയുക അധികം പ്രശ്നങ്ങളില്ലാതെ ബേസിക്കലി നമുക്ക് ഹാപ്പി ആയിട്ട് പോവാം. തേർഡ് പോയിന്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് സീസണൽ ചേഞ്ചസ്. കുറേ പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് 365 ഡേയ്സ് ഓഫ് ദി ഇയർ ഒരാൾക്ക് ഒരേ സ്കിൻ ടൈപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സം കേസസ് ഇറ്റ് ഇസ് റൈറ്റ്, ബട്ട് മോസ്റ്റ് ഓഫ് ദി കേസസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നോർമലി മാംഗ്ലൂരാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ സമ്മർ ടൈമിൽ എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി ആയിരിക്കും. ഓക്കെ, ഈ മഴക്കാലമൊക്കെ ഉള്ള സമയമാണെങ്കിൽ കുറച്ചൊരു ഹ്യൂമിഡും ആയിരിക്കും, അറ്റ് ദി സെയിം ടൈം അത്രയ്ക്ക് അങ്ങോട്ട് ചൂടുണ്ടാവില്ല. സോ എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പായിട്ടാണ് ബിഹേവ് ചെയ്യുക. മംഗലാപുരത്ത് പൊതുവേ വിൻ്റർ ടൈം എന്ന് പറയുന്നൊരു ടൈം ഇല്ല, ബട്ട് കുറച്ചൊരു തണുപ്പ് വരുന്ന ആ ഒരു മേ ബി ഒരു നവംബർ, ഡിസംബർ, ജാൻ ആ ഒരു ചെറിയൊരു തണുപ്പ് വരുന്ന സമയത്ത് എൻ്റെ സ്കിൻ കുറച്ചുകൂടി ഒരു നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുക. അറ്റ് ദി സെയിം ടൈം ഞാൻ ഖത്തറിൽ വിൻ്റർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ദാറ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് ക്ലൈമാറ്റിക് ഓർ സീസണൽ കണ്ടീഷൻസ് അനുസരിച്ച് വേരി ചെയ്യും. സോ സീസൺ അനുസരിച്ച് ഇതുപോലത്തെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ സ്കിൻ ടൈപ്പിൽ കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രോഡക്റ്റ്സ് കുറച്ച് സ്വിച്ച് ചെയ്യുന്നതും
വളരെ നല്ലതായിരിക്കും. ഇതേക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് അത് അധികം ആൾക്കാരത് കണ്ടിട്ടില്ല, ബട്ട് ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ വീഡിയോ. സോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതൊക്കെയാണ് ഞാൻ ഒരു 3 മെയിൻ ലേണിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്മോൾ ഹാബിറ്റ്സ് ഓർ കുറച്ച് ചെറിയ കാര്യങ്ങളിലോട്ട് കടക്കാം. ദ 4th പോയിന്റ് ഐ വുഡ് സേ ഫോളോ ബേസിക് ഹൈജീൻ. അത് ബേസിക് ഹൈജീൻ മാത്രമല്ല, സ്കിൻ കെയറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്ത് പോകുന്ന ചില കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്രോപ്പർ ബോട്ടിൽ. സോ സീറം ബോട്ടിൽസിൻ്റെ ആ ഒരു ഡ്രോപ്പർ നമ്മൾ പലരും മുഖത്ത് ടച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹൈജീനിക് പ്രാക്ടീസ്. ഫേസിൽ ടച്ച് ചെയ്യാതെ വേണമെങ്കിൽ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മോളിൽ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്തോളൂ. സെയിം തിങ് ഗോസ് ടു ടബ്. ഫേസ് മോയ്സ്ചറൈസേഴ്സ് ആണ് മെയിൻലി ടബിൽ വരുന്നത്. സോ ടബ് മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലീൻ അല്ലാത്ത കൈ ഫിംഗേഴ്സൊക്കെ പോയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്ന അത്ര ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസ് അല്ല. സോ നമുക്ക് വേണമെങ്കിൽ ചെറിയ സ്പാച്ചുലാസ് ഒക്കെ കിട്ടും. ഡോട്ട് ആൻഡ് കീഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഫേസ് മാസ്കിൻ്റെ ഒക്കെ കൂടെ വരും ചെറിയ സ്പാച്ചുലാസ് പോലത്തെ സംഭവം. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. ഈ കാര്യത്തിലൊക്കെ ബേസിക് ആയിട്ട് വരുന്നൊരു കാര്യമാണ് പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഡൂയിങ് യുവർ സ്കിൻ കെയർ. ഇതുപോലത്തെ മൈനർ പ്രാക്ടീസസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തത് പിന്നെ ഞാൻ കുറച്ച് ഡിഫറൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഓർ സ്കിൻ കെയർ ചെയ്തതിന് മുന്നേ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ. മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാനിത് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നറിയാം, എങ്കിലും ഞാൻ പറയാണ്, പ്ലീസ് യൂസ് ക്ലീൻ ബ്രഷസ് ഓൺ യുവർ ഫേസ്. ഒരു മേക്കപ്പ് ബ്രഷ് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നൊരു മേക്കപ്പ് ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു വാഷ് യുവർ മേക്കപ്പ് ബ്രഷസ് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് അറ്റ്ലീസ്റ്റ്. 5th ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് മൈക്രോ ഹാബിറ്റ്സ് മാറ്റർ. സോ ഈ മൈക്രോ ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ഹാബിറ്റ്സ് ദാറ്റ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ മൈ സ്കിൻ ഓർ ഹെയർ എന്നെനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളോട് പറയാം കേട്ടോ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫേസിന് വേണ്ടി മാത്രം ഒരു ചെറിയ ടവൽ വെക്കാറുണ്ട്. ഒരു മൈക്രോ ഫൈബർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടവൽ ഞാൻ എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ഞാൻ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക. ഞാൻ ഡിമാർട്ടിന്ന് ഐ തിങ്ക് 3 years or 4 years ബിഫോർ മേടിച്ചിരുന്ന ഒരു 3 ടവൽസ് ഉണ്ട്. അത് ഞാൻ ഓൺ റൊട്ടേഷൻ യൂസ് ചെയ്യും. ലൈക്ക് ഒരു 3 days or 4 days ഞാനൊരു ടവൽ യൂസ് ചെയ്യും. അതിനുശേഷം അത് വാഷിനിട്ടിട്ട് അടുത്ത ടവലെടുത്ത് യൂസ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് ഫേസിന് വേണ്ടി മാത്രം ഒരു ചെറിയ മൈക്രോ ഫൈബർ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒരു സിൽക്ക് പില്ലോ കേസ്. ഫേസിന് മാത്രമല്ല ഹെയറിനും ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. സിൽക്ക് പില്ലോ കേസസ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഭയങ്കര ജെന്റിലാണ്. ഹെയറിന് സ്പെഷ്യലി ഹെയർ ബ്രേക്കേജും ഫ്രിസി ആയിട്ടുള്ള ഹെയർസൊക്കെ ഒന്ന് ടേം ഡൗൺ ചെയ്ത് ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമ്മുടെ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുടി ചെട പിടിക്കുക ഒരു ലിമിറ്റ് വരെ നല്ലപോലെ കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് സിൽക്ക് പില്ലോ കേസസ് യൂസ് ചെയ്താൽ കേട്ടോ. സോ ഇഫ് യു ക്യാൻ പ്ലീസ് ഡു സ്വിച്ച് ടു സിൽക്ക് പില്ലോ കേസസ്. ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് ഇറ്റ് അണ്ടർ 300 rupees ഇൻ ആമസോൺ. ലിങ്ക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി സിറ്റീസിലുള്ളവർക്കാണ് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് ട്രീറ്റഡ് ഓർ ഹാർഡ് വാട്ടർ ഒക്കെയാണ് ഉള്ളത് എന്നാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോർ സിറ്റീസ് ലൈക്ക് മുംബൈ, ബാംഗ്ലൂർ അതുപോലത്തെ സിറ്റീസിൽ നിൽക്കുന്നവർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവുക. എസ്പെഷ്യലി ഞാൻ ബാംഗ്ലൂരിൽ പോയ പിന്നെ തുടങ്ങിയൊരു ഹാബിറ്റാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. നമ്മൾ ജനറലി ഫേസ് വാഷ് ചെയ്യുമ്പം ടാപ്പ് വാട്ടർ വെച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കുടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ഒരു സ്പ്ലാഷ്, ഫൈനലായിട്ട് ഒരു സ്പ്ലാഷ് നമ്മൾ നല്ല വെള്ളം കൊണ്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ഹാർഡ് വാട്ടറാണ് ബാംഗ്ലൂരിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് മേക്കിംഗ് മൈ സ്കിൻ ഡ്രൈ ഓർ ഫുള്ള് പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കിയാണ്, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് സ്കിൻ കെയർ ഹാബിറ്റ്സ്. ആൻഡ് എനിക്ക് ഓവർ ദി പാസ്റ്റ് ഇയേഴ്സിൽ ഞാൻ പഠിച്ച കുറച്ച് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ ഐ തിങ്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഒരു ദിവസം വേണ്ട അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് ആൻഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ബോഡി ഡെയിലി മൂവ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഇതൊക്കെ ഇൻസൈഡ് ദി ബോഡി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഇൻസൈഡ് പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതും കൂടെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് വി ആർ സോർട്ടഡ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും എൻ്റെ ഒക്കേഷണലിയുള്ള ചായയും പഴംപൊരിയും ഒന്നും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. സോ ഐ എം സേയിങ് ദാറ്റ് പറ്റുന്ന സമയത്തൊക്കെ
നല്ല ഫുഡൊക്കെ കഴിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ബട്ട് നമ്മുടെ സ്മോൾ പ്ലഷേഴ്സ് ഓഫ് ഹാവിങ് ഗുഡ് ഫുഡൊന്നും ഒഴിവാക്കണമെന്നില്ല കേട്ടോ. അതൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കത് പ്രീച്ച് ചെയ്യാനും പറ്റില്ല. ബട്ട് ഫുഡ് എൻജോയ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം പറ്റുമ്പോഴൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ശ്രമിക്കാം. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും